പാൻക്രിയാസിനെ ബാധിക്കുന്ന അപൂർവ രോഗം കാരണം ജീവിതം മുന്നോട്ടു പോകാനാകാത്ത സഹോദരിമാർ സഹായം തേടുന്നു. തിരുവനന്തപുരം പൂജപ്പുര വേട്ടമുക്കിൽ താമസിക്കുന്ന ഫാത്തിമയ്ക്കും ഫാദിയയ്ക്കും പ്രതിമാസ ചികിത്സയ്ക്ക് വേണ്ടത് ലക്ഷങ്ങളാണ്. മക്കളുടെ ചികിത്സയ്ക്ക് വഴി കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് ഇവരുടെ ഉമ്മയായ ഷംല. റിപ്പോർട്ട് കാണാം. നന്നായി പഠിക്കുകയും ചിത്രം വരയ്ക്കുകയും പാടുകയും ചെയ്യുന്ന രണ്ടു മിടുക്കികൾ. പക്ഷേ ഉമ്മയുടെ സന്തോഷത്തിൽ കരിനിഴൽ വീഴ്ത്തി കുട്ടികളെ രോഗം കീഴടക്കി. പാൻക്രിയാസിനെ ബാധിക്കുന്ന അപൂർവ രോഗമാണ് വില്ലൻ. ഇരുവർക്കുമായി മരുന്നിനായി പ്രതിമാസം വേണ്ടത് ലക്ഷങ്ങളാണ്. ഇടയ്ക്കിടെ കുട്ടികൾ തളർന്നു വീഴും. ആശുപത്രി ചിലവിനും കാശ് വേണം. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്, എബോ ആവറേജ് പഠിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞു ഫാത്തിമയ്ക്ക് LKG കുട്ടികളുടെ ബുദ്ധി പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമായി, സ്കൂളിൽ ഇനി പഠിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആൾക്ക് കണ്ണിനെന്തോ ചെറിയ പ്രശ്നം പറഞ്ഞിട്ട് ഒഫ്താൽമോളജിയിൽ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഷുഗർ പേഷ്യൻസിന് ഇങ്ങനെ വരും, അപ്പോൾ ഇനി ഇങ്ങനെ വരുവാണെങ്കിൽ ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് ഇനി കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ ഫസ്റ്റ് ഷുഗർ 50 ഉണ്ടായിരുന്നു. പിന്നെ അത് ഫുഡ് കഴിച്ചതിന് ശേഷം നോക്കുമ്പോൾ 45 ഉള്ളൂ. അന്ന് മുതൽ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഹൈപ്പോഗ്ലൈസിമിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ, രോഗം എന്താണെന്നൊന്നും പറയണില്ല. എങ്ങനെ ഉണ്ടാവണേന്നും അറിയില്ലായിരുന്നു. പിന്നെ മെഡിക്കൽ കോളേജിൽ ഒരു 6-7 മാസത്തോളം മെഡിക്കൽ കോളേജിൽ കിടന്നു. അവിടുന്ന് അമൃതയിൽ കൊണ്ടുപോകണത്. അമൃതയിൽ നിന്ന് ബാംഗ്ലൂർ HCGയിൽ വിട്ടാക്കിയപ്പോഴാണ് ഇത് കണക്ക് നെസ്റ്റോബ്ലാസ്റ്റോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണെന്ന് മനസ്സിലായത്. രണ്ടാമത്തെ ആളിന് 2 വർഷം മുമ്പായിരുന്നു ആൾക്ക് മൂത്ത മോൾക്ക് വന്നതുപോലുള്ള സിംറ്റംസ് ഒക്കെ വന്നപ്പോൾ ഇത് തന്നെയാണോ എന്നൊരു സംശയം തോന്നിയിട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഡോസ് കൂട്ടിക്കൊണ്ട് തന്നെ 2 പേർ കൂടെ ഇഞ്ചക്ഷന് മാത്രം 1,60,000 രൂപയോളം വരുന്നുണ്ട്. പിന്നെ ഇവരെ ടാബ്ലറ്റും ബാക്കിയുള്ള മെഡിസിൻസും എല്ലാം കൂടി മാസം ഒരു 4-5 ലക്ഷം രൂപയ്ക്കകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാരുടെ ഹെൽപ്പ് കൊണ്ടാണ് ഇതുവരെയുള്ള മക്കളുടെ ട്രീറ്റ്മെൻറ്റ് നടന്നു പോയത്. ഇളയമകൾ ഫാദിയ ഇപ്പോഴും ആശുപത്രിയിലാണ്. മരുന്ന് മുടങ്ങിയാൽ ഇരുവരും തളരും. എണീക്കാനാകാതെ കിടപ്പിലാകും. രണ്ടുപേരെയും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനാണ് ഉമ്മ ഷംലയുടെ പോരാട്ടം. വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു. കുട്ടികൾക്ക് അസുഖം ബാധിച്ചതോടെ ബന്ധുക്കളും കൈവിട്ടു. നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും കാരുണ്യത്തിലാണ് ജീവിതം മുന്നോട്ടു പോകുന്നത്. ഫാത്തിമയ്ക്കും ഫാദിയയ്ക്കും ജീവിതത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ സുമനസ്സുകളുടെ സഹായം വേണം. സ്ക്രീനിൽ കാണുന്ന ബാങ്ക് അക്കൗണ്ടിലോ GPay നമ്പറിലോ സഹായം എത്തിക്കാം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.